ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് കാണുന്നത് മൈ യൂത്തിൻ്റെ സെക്കൻഡ് എപ്പിസോഡാണ്. നിങ്ങൾ ഈ ഡ്രാമ ആദ്യമായിട്ടാണ് കാണുന്നത്, മുന്നേയുള്ള എപ്പിസോഡ് കാണാൻ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലിൽ മൈ ഗേൾ ഫ്രണ്ട് ഈസ് എ മാൻ, എംബ്രേസ് ഇൻ ദ ഡാർക്ക് നൈറ്റ്, മൈ ഗേൾ ഫ്രണ്ട്, അങ്ങനെ ഒത്തിരി ഡ്രാമാസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാം കയറി കാണണേ. തുടക്കത്തിൽ നമ്മുടെ ഹീറോയും കൂടെ നടന്നു പോയായിരിക്കും. അപ്പം നമ്മുടെ ഹീറോയിൻ പറയും, എനിക്ക് പണ്ടത്തെ കാര്യങ്ങളൊന്നും വലുതായിട്ട് ഓർമ്മയൊന്നുമില്ല, നിനക്ക് ഓർമ്മയുണ്ടോ ചോദിക്കും. അപ്പം ഹീറോയിൻ പറയും, അങ്ങനെ വലുതായിട്ട് ഓർമ്മയൊന്നും പറയുന്നില്ല എന്ന് പറയും. എന്നിട്ട് നമുക്കൊരു ഫ്ലാഷ് ബാക്ക് ആയി നമ്മുടെ ഹീറോ ഇങ്ങനെ നടന്നു വരെയായിരിക്കും. ആ സമയം അവൻ്റെ അച്ഛനാണെങ്കിലും തടഞ്ഞു നിർത്തുന്നുണ്ട്. അച്ഛനും അവനോട് നല്ല രീതിയിലായിരിക്കില്ല. അതുകൊണ്ട് നിനക്ക് എന്താ ചെയ്തത്, നിനക്ക് ഒത്തിരി വലിയായി പോയല്ലോ എന്ന് പപ്പ പറയും. നിങ്ങളെനിക്ക് ഫുഡ് വാങ്ങാൻ പൈസ പോലും തരുന്നില്ലല്ലോ, ഞാൻ ഫുഡ് കഴിച്ചോ ഇല്ലയോ എന്ന് പോലും നിങ്ങൾ അന്വേഷിക്കുന്നില്ലല്ലോ എന്ന് പറയാം. അപ്പോൾ എൻ്റെ പപ്പയാണെങ്കിൽ പോക്കറ്റിൽ കേട്ട് പൈസ ഞാൻ ഇപ്പം തരാമെന്ന് നോക്കിയിട്ട് ഇല്ല, എൻ്റെ കയ്യിൽ ഇല്ല എന്ന് പറയും. എൻ്റെ ഒരു കുഞ്ഞിനെ നോക്കിയിട്ട് പറയും, ഈ കുഞ്ഞിനെ നീ കുറച്ച് ദിവസം നിൻ്റെ കൂടെ നിർത്തിക്കണം, അന്വേഷിച്ച് ഞാൻ വന്ന് വാങ്ങിച്ചോളാന്ന് പറയും. അപ്പോൾ അവനാണെങ്കിൽ എനിക്ക് എങ്ങനെ മനസ്സിലാവുന്ന അച്ഛനാണ് അച്ഛൻ, ഒരു പെൺകൊച്ചിനെ എൻ്റെ കയ്യിൽ തന്നിട്ട് പോകുന്ന എങ്ങനെ മനസ്സ് വരുന്നതെന്ന് പറയും. അപ്പോൾ പപ്പയാണെങ്കിൽ ആ കുഞ്ഞിൻ്റെ അടുത്ത് പറയും, ഇതിൻ്റെ ചേട്ടനാണ്, ചേട്ടൻ്റെ കൂടെ നീ തന്നെ ഇരുന്നോളണം എന്ന് പറയും. അപ്പോൾ അവനാണെങ്കിൽ നിങ്ങൾക്ക് എന്തായി ചെയ്യണത്, എനിക്ക് ഫുഡ് വാങ്ങാൻ പൈസ തരുന്നില്ല, ഇനി ഞാൻ ഈ കുഞ്ഞിനെ കൂടെ എങ്ങനെ നോക്കാനാന്ന് പറയും. പക്ഷെ പപ്പയാണെങ്കിലും ഒന്നും തന്നെ പറയാതെ അവിടെ നിന്ന് പോകും. എന്നിട്ട് നമ്മുടെ മോളുടെ അടുത്താണെങ്കിൽ ആ ചേട്ടൻ ചോദിക്കും, എത്ര വയസ്സായിരുന്നു. അപ്പം 4 വയസ്സെന്ന് പറയും. അപ്പോഴേക്കും പപ്പ അങ്ങ് ദൂരെ പോയിട്ടുണ്ടെങ്കിൽ, നിനക്ക് എന്തിൻ്റെ കേടാന്ന് ചോദിക്കും. ഒരു അച്ഛനടുത്ത് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് മക്കളെന്ന് പറയും. അച്ഛനെപ്പോഴും നടന്നാലല്ലേ പറ്റുള്ളൂ എന്ന് പറയും. കൊച്ചിനെ നന്നാ നോക്കിയോളൂ എന്ന് പറഞ്ഞിട്ട് പപ്പ അങ്ങോട്ട് പോകും. പിന്നെ നമ്മുടെ ഹീറോയ്ക്ക് വേറെ നിവൃത്തിയൊന്നുമില്ലല്ലോ. അവനാണെങ്കിൽ ആ കുഞ്ഞിനെ കൊണ്ട് വീട്ടിലോട്ട് വരുന്നുണ്ട്. എന്നിട്ട് ആ കുഞ്ഞിന് ഫുഡെല്ലാം വെച്ച് അവളെ കാര്യങ്ങളൊക്കെ നോക്കി ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. ആണെങ്കിൽ എക്സ്ട്രാ പാർട്ട് ടൈം ജോലിയൊക്കെ നോക്കാൻ തുടങ്ങും. അപ്പോൾ അവൻ്റെ ഓണറായിട്ടുള്ള ആ ഒരു ഫ്രണ്ട് ആണെങ്കിലും പറയുന്നുണ്ട്, നിനക്ക് എന്തിൻ്റെ കേടാ, നീ എന്തിനാ ഇത്രയും പാർട്ട് ടൈം ജോബ് നോക്കുന്നത്, ഞാൻ എന്ത് ചെയ്യാനാ, എനിക്കിനി ഒരു അനിയത്തി കൂടെ വന്നില്ലേ, ഇനി അവളുടെ കാര്യവും ഞാൻ നോക്കണ്ടേ, അപ്പോൾ എനിക്ക് പൈസ വേണമെന്ന് പറയും. അപ്പോൾ നീ ഒരു കൊച്ചു കുട്ടിയാണ്, നീ ഇനി വേറൊരു കുട്ടിയെ കൂടെ നോക്കാൻ പോകുന്നതെന്ന് ചോദിക്കും. എന്നിട്ട് ഇവിടെ നമ്മുടെ സീനിൽ കാണിക്കുമ്പോൾ അനിയത്തിയെയും പഠിപ്പിക്കുന്നുണ്ട്, അനിയത്തിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്, നമുക്ക് സ്റ്റോറി അയച്ചു കൊടുക്കും, പിന്നെ എല്ലാ കാര്യങ്ങളും അവൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവനെയും ആ ഒരു പെൺകുഞ്ഞാണെങ്കിലും ടേക്ക് കെയർ ചെയ്ത് നോക്കുന്നുണ്ട്. എൻ്റെ അച്ഛൻ കടം വാങ്ങിച്ച ആൾക്കാരൊക്കെ വന്ന് നമ്മുടെ ഹീറോയെ വിരട്ടുന്നുണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ ഹീറോ അതിലൊന്നും നിൽക്കാതെ അവനെ ഇവിടെ നിന്ന് വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അവരിവിടെ നിന്ന് പറഞ്ഞു വരുന്നുണ്ട്. അടുത്ത സീനിൽ നമ്മൾ സെക്കൻഡ് ഹീറോയുടെ ജോയാണ് കാണിക്കുന്നത്. ആക്ച്വലി നമ്മുടെ സെക്കൻഡ് ഹീറോയുടെ ആയിട്ടുള്ള ജോയുടെ അമ്മയുടെ സെപ്പാറാണ് നമ്മുടെ ഹീറോയുടെ പപ്പ. അപ്പോൾ അവനാണെങ്കിൽ വീട്ടിൽ വന്നിട്ടുണ്ടായിരിക്കും. അവൻ്റെ പപ്പയാണെങ്കിൽ അവനെ കാണാതെ ഇങ്ങനെ മറഞ്ഞൊക്കെ നിൽക്കും. പക്ഷേ ഇവൻ പോയി എന്ന് വിചാരിച്ചിട്ടായിരിക്കും പപ്പ പുറത്ത് വരുന്നത്. അപ്പോഴേക്കും ജോയെ കാണുന്നുണ്ട്. ഇല്ല, നീ എന്താ ഇവിടെ നിൽക്കുന്നത്, ഞാൻ ആ റൂമിലോട്ട് പോകാനാണെന്ന് പപ്പ പറയും. അപ്പോൾ നിങ്ങൾ എന്തിനാണ് അഭിനയിക്കുന്നത്, നിങ്ങളുടെ സ്വന്തം മോനെ ഫുഡ് കഴിച്ചോ, അവൻ എങ്ങനെ ഇരിക്കുന്നു എന്ന് പോലും നിങ്ങൾ അന്വേഷിക്കുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് അഭിനയമൊക്കെ എന്ന് ചോദിക്കും. പിന്നെ എൻ്റെ മോൻ എന്താ പറ്റിയെന്ന് ചോദിക്കും. ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ മുടിയിലെ കളർ അടിക്കുന്നതെങ്കിലും ദൈവം നിർത്താന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജോ അവിടെ നിന്ന് പോകുന്നുണ്ട്. അടുത്ത സീനിൽ നമ്മുടെ ഹീറോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അവൻ്റെ ഷോപ്പിൽ. ആ സമയം അവിടേക്ക് അവൻ്റെ പപ്പ കല്യാണം കഴിക്കാൻ വന്ന ആ ഒരു ലേഡി ആണെങ്കിൽ വന്നിട്ട്, നീ ഞങ്ങളുടെ കൂടെ പോരും, ഞാൻ നിന്നെ നല്ല സ്കൂളിൽ അയച്ച് പഠിപ്പിച്ചോളാം എന്നൊക്കെ പറയും. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇഷ്ടപ്പെടാതെ, നിങ്ങൾ എന്നെ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്ക് ജോലി ചെയ്യാൻ അറിയാമെന്നായി, എന്നിട്ട് എനിക്ക് ചിലവാക്കാന്ന് പറയുന്ന ആ കാശ് എനിക്ക് തരാൻ പറയും. അപ്പോൾ അവനാണെങ്കിലും ഒരു റൂഡായിട്ടായിരിക്കും സംസാരിക്കുക. അപ്പോൾ അവർ കൊടുക്കത്തില്ല എന്നുള്ളതിലാണ് സംസാരിക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടുതൽ ചോദിക്കും, എന്നാലും എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ എൻ്റെ അച്ഛനെ സ്നേഹിച്ചതെന്ന്. അപ്പോൾ അവർ പറയുന്നുണ്ട്, നല്ലൊരു ഇന്നസെൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണെന്ന്. അപ്പോൾ നമ്മുടെ ഹീറോ പറയും, നിങ്ങളുടെ കയ്യിലുള്ള കാശൊക്കെ തീരുമ്പോൾ കാണാം ഇന്നസെൻ്റ് ആയിട്ടുള്ള വ്യക്തിയുടെ കൂടെ നിൽക്കുകയോ ഇല്ലേ എന്നുള്ളത്. അടുത്ത് നമ്മൾ കാണുന്നത് ഹീറോ ക്ലാസ്സിൽ കിടന്ന് ഉറങ്ങിയായിരിക്കും. ഹീറോ ഒത്തിരി പാർട്ട് ടൈം ജോലിക്കൊക്കെ പോകുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഹീറോ ക്ലാസ്സിൽ നിന്ന് ഉറങ്ങുന്നുണ്ടായിരിക്കും. അവനാണെങ്കിൽ ഈ ഉറങ്ങുന്നത് നമ്മുടെ ഹീറോനെ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു ക്ലാസ്സിലൊന്നല്ല, എല്ലാ ക്ലാസ്സിലും അവൻ ഉറക്കമായിരിക്കും. അപ്പോൾ ഓരോ ദിവസം നമ്മുടെ ഹീറോയിനെ അവനെ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും. ഒരു ദിവസം ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ ഹീറോയെ ജോ വന്നിട്ട് എണീപ്പിക്കുന്നുണ്ട്. എടാ, നീ എണീക്ക്, പാർട്ട് ടൈം ജോലിക്ക് പോകാൻ സമയമായെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് നമ്മുടെ ഹീറോയിൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ജോയുടെ അടുത്ത് നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് നമ്മൾ എങ്ങനെയാണ് പരിചയമെന്ന്. അപ്പോൾ അവനാണെങ്കിൽ, നമ്മൾ ഇത്രയും ക്ലാസ്സിലുണ്ടായിരുന്നു, നിനക്ക് എന്നെ അറിയത്തില്ലായിരുന്നു, നിനക്ക് എൻ്റെ കൂടെ ഫ്രണ്ട് ആവണമെന്നില്ല എന്ന് ചോദിക്കും. അപ്പോൾ അവന് ഹീറോയിൻ അതിൻ്റെ ആവശ്യമൊന്നും എനിക്കില്ല, അവർ തമ്മിൽ എന്താ, നിങ്ങൾ ബന്ധുക്കളാണോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, നിനക്ക് എന്നെ കണ്ടില്ല, അവനെ മാത്രമാണോ നിനക്ക് കാണുന്നതെന്ന് ചോദിക്കും. അതുകൊണ്ട് ഞാൻ പറയാൻ മനസ്സിലാന്ന് പറയും. അതുകൊണ്ട് ഹീറോയിൻ ആണെങ്കിൽ, നീ എന്നോടൊന്നും പറയണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. ഇത് നമ്മുടെ പ്രസന്റ് ലൈഫാണ് കാണുന്നത്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഹീറോ അവൻ്റെ ആ ഒരു കഫേയിലോട്ട് കൊണ്ടുവരുന്നുണ്ട് പാർട്ട് ടൈം ചെയ്യുന്ന അവിടെ. അപ്പോൾ അവിടെ നിൽക്കുന്ന അവൻ്റെ ഫ്രണ്ടായിട്ടുള്ളതാണ്, നീ ഇത്ര നേരം എവിടെ പോയിരുന്നു എന്ന് പറഞ്ഞു കൊണ്ട് പെട്ടെന്ന് അവനക്ക് ജോലി ഉണ്ടെന്ന് പറഞ്ഞാൽ അവന് കുറേ അടിയും കൊടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. ഇത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കും. ഇത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവളുടെ കോൾസ് എല്ലാം അറ്റൻഡ് ചെയ്ത് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇത് കാണുന്ന ഹീറോ ആണെങ്കിലും അവൾ എന്ത് ഡെഡിക്കേറ്റഡാ, അവൾ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആലോചിച്ച് നിൽക്കുന്നുണ്ട്. അടുത്ത് വീണ്ടും പാസ്റ്റ് കാണുമ്പോൾ നമ്മുടെ ഹീറോയിൻ അവിടുത്തെ ക്ലാസ് പ്രസിഡന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയ്ക്ക് കൊടുക്കാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ
കാര്യങ്ങളൊക്കെ നമ്മുടെ ടീച്ചറാണെങ്കിൽ അവളുടെ കയ്യിൽ കൊടുത്തിട്ട് അവൻ്റെ കയ്യിൽ കൊടുക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവളാണെങ്കിലും അതെല്ലാം മേടിച്ചിട്ട് വരും. ഹീറോ ഭയങ്കര റിച്ച് എന്നൊക്കെ ആയിരിക്കും ടീച്ചർ പറഞ്ഞിട്ടുണ്ടാവുക. അവളുടെ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ഹീറോയുടെ വീട് കണ്ടിട്ട് ഇത് അത്ര റിച്ച് ആയിട്ടുള്ളൊന്നും അല്ലല്ലോ എന്ന് തോന്നും. എന്നിട്ട് അവളുടെ ഡോറിൽ തട്ടുമ്പം ആരും വരുത്തുണ്ടായിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അവളവിടെ നിന്ന് വെയിറ്റ് ചെയ്യും. ആ സമയം നമ്മുടെ ഹീറോയും അനിയത്തിയും കൂടെ അങ്ങോട്ട് വരുന്നുണ്ടായിരിക്കും. അവളെ കണ്ടിട്ട് ഹീറോ മൈൻഡ് ചെയ്യാതെ പോകും. അപ്പം നമ്മുടെ ആ ഹീറോയിൻ ആണെങ്കിലും അതിൽ നിന്ന് ഇത് തരാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു, ഞാൻ നമ്മുടെ ക്ലാസ്സിൻ്റെ പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കും. അപ്പം നമ്മുടെ ഹീറോ ആണെങ്കിലും അന്തം വിട്ടുപോകും. ഇല്ല, ഇത് തരാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു എന്ന് ചോദിക്കും. അപ്പോൾ അവളെ ഇത് ഇമ്പോർട്ടൻ്റ് അല്ലേ, എക്സാം വരെയല്ലേ, ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയും. അപ്പോഴും നമ്മുടെ ഹീറോയിൻ്റെ വയറ്റിൽ നിന്ന് വിശപ്പിൻ്റെ ശബ്ദം കേൾക്കും. ഇല്ല, ഫുഡ് കഴിക്കാൻ അകത്തോട്ട് വരാൻ പറയും. അപ്പോൾ അവളാണെങ്കിലും അവൻ്റെ കൂടെ അകത്തോട്ട് കയറുന്നുണ്ട്. ആ സമയത്ത് അനിയത്തി ചോദിക്കും, ഇത് ആരാ, ഞാനിവർക്ക് ഹായ് പറയണമെന്ന്. അപ്പോൾ അവൾ പറയും, ഞാൻ നിൻ്റെ ചേട്ടൻ്റെ ക്ലാസ് പ്രസിഡൻ്റ് ആണെന്ന് പറയും. അപ്പം ഞാൻ എൻ്റെ ചേട്ടൻ്റെ അനിയത്തിയാണ്, എൻ്റെ പേരെന്ന് പറഞ്ഞിട്ട് പേരൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവരങ്ങകത്ത് കയറി ഒന്നിച്ചെന്ന് ഫുഡ് കഴിക്കാതിരിക്കുന്നുണ്ട്. ആ സമയം അവരാണെങ്കിൽ സംസാരിക്കും ഒത്തിരി. ഇവരാണ് എനിക്ക് സ്റ്റോറിയൊക്കെ വായിച്ചു കൊടുത്ത് അവൾ ഓർക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളെ ഹീറോ കൊണ്ടു കിടത്തും. അതിനുശേഷം നമ്മുടെ ഹീറോ എഴുതിയൊരു കഥ വന്നിട്ട് അവൾ വായിക്കാനിടയാവും. ഇതെന്താ, ഇത് എവിടെ നിന്ന് സ്റ്റോറി ബുക്ക് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എഴുതിയതാണെന്ന് അറിയാൻ എൻ്റെ അനിയത്തിക്ക്. ഇനി ഞാനിത് പബ്ലിഷ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്, കാരണം കാശിന് കുറച്ച് അത്യാവശ്യം ഉണ്ടെന്ന്. അപ്പോൾ അവൾ പറയും, നീ പബ്ലിഷ് ചെയ്യും, ഞാനിത് ഉറപ്പായിട്ടും മേടിക്കും, ഞാൻ കാശ് കൊടുത്ത് തന്നെ മേടിക്കും എന്ന് പറഞ്ഞിട്ട് അവൾ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഹീറോയും ഹീറോയിനും നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആവുന്നുണ്ട്. അവർ ലോലിപോപ്പ് ഷെയർ ചെയ്യുമ്പോൾ ഒന്നിച്ച് ഫുഡ് കഴിക്കുന്നുണ്ട്, അവർ ഒന്നിച്ച് സംസാരിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ചെയ്യാൻ അവരുടെ ഇടയിലുണ്ടാകുന്നുണ്ട്. ഹീറോയുടെ പപ്പയാണെങ്കിൽ ഹീറോയെ കാണാൻ വരുന്നുണ്ട്. എടാ, നിന്നെ അവിടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവൾ പറയുന്നുണ്ട്, നീയും വാ ഞങ്ങളുടെ കൂടെ നിന്ന്. എനിക്കതിനൊന്നും പറ്റത്തില്ല, എനിക്കിങ്ങനെ നാണം കടിച്ചിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പപ്പയെ പറഞ്ഞിടും. എന്നിട്ട് ഇവന് രാത്രി കരയുന്നതെല്ലാം നമ്മുടെ അനിയത്തിയെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് അടുത്ത ദിവസമാണ് കാണിക്കുന്ന. അനിയത്തി പറയും, ഇന്ന് എൻ്റെ ഡേ കെയറിന് ലീവാണ്, ചിൽഡ്രൻസ് ഡേ ആയതുകൊണ്ടെന്ന് പറയും. അപ്പം ഞാനിന്ന് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ ചേട്ടനും പറയും, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എവിടെ പോകണമെന്ന് ആഗ്രഹം ചെയ്യും, നമുക്ക് അമ്യൂസ്മെൻറ്റ് പാർക്കിൽ പോയാലോ ചോദിക്കും. അവർ ഓക്കെ പറഞ്ഞ് റെഡി ആവുന്നുണ്ട്. അങ്ങനെ അവരാണെങ്കിൽ പാർക്കിലെത്തും. പാർക്കിലെത്തുമ്പോൾ നിനക്ക് ഏത് റൈഡിലേക്കായിരുന്നു ചേട്ടൻ ചോദിക്കും. അപ്പോൾ അവൾ പറയും, എനിക്കൊരു ഐസ്ക്രീം വേണമെന്ന്. ശരി, നീ ഇവിടെ നമുക്ക് പോയി ഐസ്ക്രീം വാങ്ങാമെന്ന് പറയുമ്പോൾ അവൾ പറയും, എനിക്ക് കാല് വേദനയാണ്. ശരി, നീ ഇവിടെ ഇരുന്നോ, ഞാൻ ഐസ്ക്രീം വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൾ അവരുടെ ഇരുത്തിയിട്ട് അവനാണെങ്കിൽ പോകുന്നുണ്ട് ഐസ്ക്രീം വാങ്ങാൻ. എന്നിട്ട് ഐസ്ക്രീം വാങ്ങിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ കൊച്ചിനെ കാണില്ല. അവനാണെങ്കിൽ എവിടെ നിന്ന് അന്വേഷിച്ച് ഒത്തിരി കരഞ്ഞ് അവനെ വിളിച്ച് നോക്കുന്നുണ്ട്. എന്നിട്ട് ഒട്ടും അവളെ കാണുന്നില്ല എന്ന് കാണുമ്പം ഈ അനൗൺസ്മെന്റ് ചെയ്യത്തില്ലേ, അവിടേക്ക് പോയി പറയുന്നുണ്ട്. അങ്ങനെ അവരാണെങ്കിൽ ആ ഒരു പെൺകൊച്ചിനെ ആ ഒരു വാഷ്റൂമിനകത്ത് കണ്ടുപിടിക്കും. എന്നിട്ട് അവരാണെങ്കിൽ നമ്മളെ ഹീറോയിനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്, അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഹീറോ ആണെങ്കിലും അവളുടെ അടുത്ത് ചോദിക്കും, നീ എന്തിനാ പോയത്, ഞാൻ നിന്നോട് അവിടെ ഇരിക്കാനല്ലേ പറഞ്ഞതെന്ന് പറയും. അപ്പോൾ അവൾ പറയും, ഞാൻ നിൻ്റെ ജീവിതത്തിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് തന്നെ പോയതാ, ഞാൻ കാരണം ചേട്ടന് എല്ലാ പ്രശ്നവും, ഞാനില്ലെങ്കിൽ ചേട്ടന് ഒരു പ്രശ്നവും ഇല്ലല്ലോ എന്ന് കരുതിയിട്ടാണെന്ന് പറയും. അപ്പോൾ അവൻ ഹീറോയും പറയും, അങ്ങനെയല്ല, ഞാൻ നിന്നെ ഓർത്തല്ല ഞാൻ വിഷമിച്ചിട്ടുള്ളത്, എൻ്റെ ലൈഫ് അങ്ങനെയാണ്, നീ ഇല്ലാതെ എനിക്ക് പറ്റത്തില്ല, നീ എന്നെ ഇട്ടിട്ട് പോവല്ലേ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ ഹാപ്പി ആയിട്ട് ഹഗ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹീറോയിനും തമ്മിലുള്ള അടുപ്പം ഓരോ ദിവസം കഴിയുന്നതോറും കൂടി വരായിരിക്കും. അവർ ഓരോ കാര്യങ്ങളും ഒന്നിച്ച് എൻജോയ് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ഹീറോ ബീച്ചിൽ പോയിട്ടില്ല എന്നുള്ള കാര്യം നമ്മുടെ ഹീറോ പറയുന്നുണ്ട്. അപ്പോൾ അവളാണെങ്കിലും നമുക്ക് ബസ് കയറി പോയാൽ പോയി എന്ന് പറഞ്ഞുകൊണ്ട് അവരൊന്നിച്ച് ബീച്ചിൽ പോകാൻ വേണ്ടി തയ്യാറാവും. അങ്ങനെ ഒരു ബസ് കയറി അവർ പോകുന്ന വഴിക്ക് നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിന് ഫ്ലവറൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയിനും കൂടെ ഒന്നിച്ച് ഒരേ ഹെഡ്സെറ്റിൽ പാട്ടൊക്കെ കേട്ട് ബസ്സിൽ അങ്ങനെ പോയി ആ ഒരു ബീച്ചിലെത്തുന്നുണ്ട്. ബീച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോ മനസ്സിൽ പറയുന്നുണ്ട്, ഞാൻ ഇന്ന് ഒത്തിരി സന്തോഷമാണ്, ഞാൻ നിൻ്റെ കൂടെ ഇരിക്കുമ്പോഴാണ് ഭയങ്കര ഹാപ്പിന്ന്. നമ്മുടെ ഹീറോയിനാണെങ്കിലും നമ്മുടെ ഹീറോയുടെ അടുത്ത് പറയും, എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്, ഞാൻ എത്രയും പെട്ടെന്ന് കോളേജിലാവാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്, ഇന്നത്തെ ദിവസം വളരെ സന്തോഷമായിരുന്നു, അതുപോലെ നമ്മുടെ ലൈഫിൽ നമ്മൾ കോളേജിലൊക്കെ ആകുമ്പോഴല്ലേ എങ്ങനെയൊക്കെ ഇരിക്കാൻ പറ്റുള്ളൂ എന്നാ പറയും. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിലും പറയും, ഞാനും ഒത്തിരി ഹാപ്പി ആയിരുന്നു. അപ്പോൾ അവൾ പറയും, ഞാൻ ഗ്രാജുവേറ്റ് ആയതിനു ശേഷം ഞാൻ എന്നും നിൻ്റെ കൂടെ ഇങ്ങനെ തന്നെ ഉണ്ടായിരിക്കും, എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട് ഇങ്ങനെ ഇരിക്കാമെന്ന് പറയും. അപ്പോൾ എന്നിട്ട് അവളാണെങ്കിൽ നമ്മുടെ ഹീറോയെ കിസ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് ഇങ്ങനെ വരും. ആ സമയം നമ്മുടെ ഹീറോ ആണെങ്കിലും, നീ എന്തായി പറയുന്നത്, നീ ഒരു പ്രസിഡൻ്റാണ്, നീ ഒരു ക്ലാസ് പ്രസിഡൻ്റാണ്, നിനക്ക് നല്ലൊരു കരിയറുണ്ട്, അപ്പോൾ ഞാൻ നിനക്കൊട്ടും ചേരത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ കിസ് ചെയ്യാതെ അങ്ങ് പോകും. അപ്പോൾ അവൾക്കാണെങ്കിൽ ഒരുമാതിരിയാവും. എന്നിട്ട് ഹീറോ ചോദിക്കും, നീ എന്തായി പറഞ്ഞ്, നിനക്ക് എന്താ എന്നെ അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് ചോദിക്കും. അപ്പോൾ ഞാനും നിനക്ക് ചേരുന്നതല്ല, നമ്മൾ അങ്ങനെ ഇരിക്കുന്നത് ഒട്ടും ശരിയാവത്തില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് പോകും. നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഭയങ്കര സങ്കടമാവും. നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ അവളുടെ പാരൻസിനെ കാണാൻ വന്നിട്ടുണ്ടായിരിക്കും. ആ സമയം ഹീറോയിൻ അറിയുന്ന അവൾ ഡൈവേഴ്സ് ചെയ്യാൻ പോകുന്നതെന്ന്. അമ്മയാണെങ്കിലും പറയുന്നുണ്ട്, നിൻ്റെ പപ്പ നിന്നെ നന്നായിട്ട് നോക്കിക്കോളും, നിന്നെ നന്നായി പഠിപ്പിച്ചോളും, നീ നിൻ്റെ ലൈഫ് ഹാപ്പി ആയിട്ടിരിക്കണമെന്നൊക്കെ പറഞ്ഞു. ഹീറോയിനാണെങ്കിൽ, നിങ്ങൾ എന്തായി ചെയ്യുന്നത്, എന്തിനാ ഇപ്പോൾ ഇതിൻ്റെ ആവശ്യം എന്താ, നിങ്ങളില്ലെങ്കിൽ ഞാൻ എൻ്റെ എയിം എന്താന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഭയങ്കരമായിട്ട് സങ്കടം പറയും. അതിനുശേഷം നമ്മുടെ ഹീറോയിന് 1-2 ഇഷ്യൂസിൽ വരുമ്പോൾ അവൾക്ക് മൂക്കിൽ നിന്ന് ബ്ലഡൊക്കെ വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഹീറോയെ കാണാൻ വേണ്ടി വരും. ആ സമയം അവളുടെ മൂക്കിൽ കോട്ടനൊക്കെ വെച്ചിട്ടായിരിക്കും വന്നിട്ടുണ്ട്. അപ്പോൾ ഹീറോ ആണെങ്കിൽ, നീ എന്തിനാ ഈ മൂക്കിൽ നിന്ന് ബ്ലീഡിങ് വരുന്ന സമയത്ത് എന്നെ കാണാൻ വേണ്ടി വന്നതെന്ന് ചോദിക്കും. അപ്പോൾ അവളുടെ അതൊന്നും നീ അറിയണ്ടെന്ന് പറഞ്ഞിട്ട് അതിനെ മാറ്റുന്നുണ്ട്.
നിനക്ക് എന്നെ ഇഷ്ടമല്ലായിരുന്നു എന്ന് ചോദിക്കും. അപ്പോൾ ഹീറോ പറയും, നീ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല എന്ന് പറയും. അപ്പോൾ അവളാണെങ്കിൽ പറയും, നിനക്ക് എന്താ ഒരു കിസ് എനിക്ക് തന്നിരുന്ന, എനിക്കിപ്പോൾ ലക്ഷ്യമില്ല, ഞാനിപ്പോൾ എന്തിനാണ് ജീവിക്കുന്നത്, ഒരർത്ഥവുമില്ല, ഞാൻ സ്നേഹിച്ച ആളെ എന്നോട് സ്നേഹമില്ല എന്ന് പറയുന്നു, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ ഹീറോ പറയും, നീ എന്തിനാ ഗ്രാജുവേഷൻ എടുക്കുന്നതെന്ന് ചോദിക്കും. എൻ്റെ കരിയർ നോക്കാൻ വേണ്ടിയിട്ട്, എനിക്ക് നല്ലൊരു കരിയർ കിട്ടാൻ വേണ്ടി, അപ്പോൾ അതിൽ മാത്രം ലക്ഷ്യം വെക്കുക, വേറെ ഉള്ളതൊന്നും ആലോചിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ അവിടെ പോകും. അപ്പോഴാണ് നമ്മുടെ ഹീറോയും പറയും, ശരിയാ, ഇനി നീ എന്നെ ഒരിക്കലും കാണണ്ട, ഇനി നമ്മൾ പരസ്പരം കണ്ടാലും സ്ട്രേഞ്ചേഴ്സ് പോലെ ബിഹേവ് ചെയ്താൽ മതി, ഇനി ഒരിക്കലും നമ്മൾ പരസ്പരം കാണരുത് എന്ന് പറഞ്ഞിട്ട് അവനെ പിടിച്ച് കിസ് ചെയ്യുന്നുണ്ട്. കിസ് ചെയ്തതിന് ശേഷം ഇതാണ് നമ്മളുടെ ലാസ്റ്റ് മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഹീറോ ആണെങ്കിൽ അന്തം വിട്ടിങ്ങനെ നിൽക്കും. ഇപ്പം എന്താ നടന്നതെന്നൊന്നും അവന് മനസ്സിലാവുന്നുണ്ടായിരിക്കില്ല. എന്നിട്ട് അവനും മനസ്സിൽ പറയും, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിട്ടത്. അതിനുശേഷം പ്രസന്റ് ആണ് കാണിക്കുന്നത്. അവർ രണ്ടും കൂടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. നമ്മുടെ ഹീറോ ആണെങ്കിലും ഒത്തിരി ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചുകൊണ്ട് തന്നെ അവൾക്ക് ഒന്നും പറയാൻ ബോധമുണ്ടാവില്ല. അവൾ എന്തൊക്കെ പിച്ചും പേയൊക്കെ പറയുന്നുണ്ട്. ഹീറോയുടെ ഫ്രണ്ട് ആണെങ്കിലും പറയുന്നുണ്ട്, അവളെ നീ എത്രയും പെട്ടെന്ന് സേഫായിട്ട് വീട്ടിൽ കൊണ്ടാക്കാൻ നോക്കുന്നത്. അങ്ങനെ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവളെ തോളെടുത്തുകൊണ്ട് കൊണ്ടുപോവുകയായിരിക്കും ബോധം കെട്ട് വീഴുമ്പോൾ. എന്നിട്ട് അവനാണെങ്കിൽ കൊണ്ടുപോകുന്ന വഴിക്ക്, നീ എവിടെയാണ് തൂക്കിക്കൊണ്ട് പോകുന്നത്, നിന്നെ ഒത്തിരി ദൂരമൊന്നും കൊണ്ടുപോകത്തില്ല, അവർ ബസ് സ്റ്റോപ്പ് വരെ കൊണ്ടുപോകണമെന്ന് പറയും. നമ്മുടെ ഹീറോ ആണെങ്കിലും ബസ് സ്റ്റോപ്പിൽ അവളെ നിർത്തുന്നുണ്ട്. എന്നിട്ട് അവളാണെങ്കിൽ അവിടെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോ ചോദിക്കും, ഇല്ല, നീ പറഞ്ഞ ഒരു ഓഫറിൽ അഭിനയിച്ചാലോ എന്ന് ആലോചിക്കുകയാണെന്ന് പറയും. അപ്പോൾ ഹീറോയിൻ ചോദിക്കും, ഇപ്പം എന്താ ആലോചിക്കാൻ കാരണം, നിനക്കെൻ്റെ ലക്ഷ്യം അറിയാമല്ലോ, റിച്ച് ആവുക എന്നുള്ളത്, പിന്നെ നീ പറഞ്ഞല്ലോ ഞാനതിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആ ഒരു ഫ്ലവർ ഷോപ്പും ഭയങ്കര ഫേമസ് ആവും, ഞാൻ റിച്ച് ആവുമെന്ന്, അതുകൊണ്ടാണെന്ന് പറയും. അപ്പോൾ അവനാണെങ്കിൽ ഓ ശരി എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ബീച്ചിലിരുന്ന് ചിരിക്കുന്ന സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇവിടെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അടുത്തിന് എന്തൊക്കെ നടക്കുന്നുള്ളത് നമുക്ക് വരുന്ന എപ്പിസോഡിൽ കാണാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, ഒരു സ്മൈലി ഇങ്ങനെ കമൻറ്റ് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എന്നോട് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബായ്.